Audience. ചേട്ടാ ചേട്ടാ ആരാ ആ ചേട്ടാ ആരാ ഞാൻ ചിരഞ്ജിത്ത് ഹിന്ദി हिंदी हिंदी कौन हो तुम मैं चिरंजीत हूँ എന്തിനാ കഹാം ഹേ मैं क्लीटो सेटन കാണാൻ വന്ന് ക്ലീറ്റോനെ കാണാനാണ് क्लीटो सेटन കാണാൻ ഇത് ക്ലീറ്റോ ഗ്രഹം നഹി नहीं ക്ലീറ്റോ വീട് അത് उधर ഉദർ ഉദർ, ഉദർ. ഇതർ നഹി ഉദർ इधर नहीं उधर തങ്കം ആരാ മാവ തങ്കം അതെ ക്ലീറ്റോ വൈഫ് ओ बीवी बीवी പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ അവിടെ പറഞ്ഞു ചേച്ചി ക്ലീറ്റോ സെട്ടൻ ഇവിടെ ഉണ്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ച് എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല ക്ലീറ്റോ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി നഹി. നഹി ഇധർ നഹി കിധർ ഗയാ എവിടെ പോയി ക്ലീറ്റോ പാർട്ടിക്ക് വേണ്ടിട്ട് എല്ലായിടത്തും പോകും. എങ്ങോട്ടാ പോയെന്ന് അറിഞ്ഞൂടാ. പോയി. പൊളിറ്റിക്കൽ വേറെ പോയി വരും. എപ്പോ വരും അതും ഇങ്ങനെ സമയം അറിയാൻ പാടില്ല. എപ്പോഴെങ്കിലും വരും. ചിലപ്പോ ഉച്ചക്ക് ഖാന വരും ഉച്ചക്ക് സാപ്പാട് അടിക്കാൻ വരൂല എപ്പോഴും വരൂല. ആ പറഞ്ഞോളൂ. എന്താ കാര്യം അത് ഞാൻ ക്ലീറ്റോ ചേട്ടനടുത്ത് പറഞ്ഞോളാം ഇത് എന്തെങ്കിലും ക്ലീറ്റോന്റെ wife. സാധിക്കാനാണോ? ഇല്ല അത് ഞാനും ക്ലീറ്റോ ചേട്ടനും തമ്മിലുള്ള കാര്യം അത് ഞാൻ ക്ലീറ്റോ ചേട്ടനടുത്ത് പറഞ്ഞോളാം എന്തെങ്കിലും സാധിക്കാനുണ്ടോ? സാധിക്കാൻ ഉണ്ട് ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം ഉച്ചക്ക് വരുമോന്ന് അറിയില്ല എന്ന് പറ. 1:30 മണിക്കെല്ലാം വരൂലേ ഉറപ്പില്ല ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല ഹേ ഞാൻ പോയിട്ട് വരാം ഉച്ചയ്ക്ക് വരാം ഉച്ചക്ക് നഹി. ചോറുണ്ണുന്ന സമയത്ത് വരാം ചോറുണ്ണണ സമയത്ത് ചെലപ്പോ വരൂല. ചെലപ്പോ വിളിച്ചു നോക്ക് ഹേ ചേട്ടാ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി എടുക്കുന്നില്ല ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക് എടുക്കുന്നില്ല അല്ലേ എന്നോട് പറഞ്ഞേ രാവിലെ പറഞ്ഞു മീറ്റിംഗ് ഉണ്ട്. Meeting, ഓ. അപ്പൊ ഇടയ്ക്ക് വിളിക്കരുത്. നഹി വിളിക്കൽ. നഹി വിളിക്കൽ നഹി വിളി നല്ല ഹിന്ദി അല്ലേ എന്ന് പറഞ്ഞു. പോയിട്ട് 1:30 വന്ന് നോക്കാം നോക്കൂ ചേട്ടനെ കൂടെ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ വിളിക്കാം ഞാൻ വിളിച്ചാ എടുക്കൂല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞോളാം ശരി പോയിട്ട് ഉച്ചക്ക് സാപ്പാട് ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല അതുവരെ എടുത്തില്ല പോയിട്ട് ഓക്കെ പോട്ടെ കഷ്ടാടി എന്റെ കെട്ടിയന്റെ കാര്യം മഹാ കഷ്ടാട്ടോ നാട്ടുകാരുടെ ഒഴുകപ്പം വേറെ അന്യഭാഷാ തൊഴിലാളികളെ ഇനി പറ്റിക്കാൻ തുടങ്ങിയോ പറ്റിച്ചോ? ആര് പറ്റിച്ചു? പിന്നെ അല്ലെങ്കിൽ ഇവിടെ അന്വേഷിച്ചു വരേണ്ട വല്ല കാര്യമുണ്ടോ അതിനെന്തോ കാര്യം സാധിക്കാനുണ്ട്. അതിനുവേണ്ടി കാര്യം സാധിക്കാനാണെങ്കിൽ അവ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്ത അത് ക്ലീറ്റോ തിരക്കില്ലല്ലേ അതുകൊണ്ട്. ഇന്നല്ലല്ലോ പല പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല എന്നല്ലേ പറഞ്ഞു അത് പരിചയമില്ലാത്ത നമ്പർ ആയിരിക്കും അതുകൊണ്ട്. എന്റെ കെട്ടിയനല്ലേ അവ ഉടായിപ്പോ അറിയാത്ത കാര്യം പറയരുത്. എന്റെ അമ്മാവനൊക്കെ ആയിരിക്കും. എല്ലാത്തിലും അങ്ങനെ ക്ലീറ്റോനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. എടി പറന്നു പോണ കാക്കേനെ വരെ പറ്റിക്കണവൻ എന്റെ കെട്ടിയ ശരി അങ്ങനെ പറന്നു പോണ കാക്കേനെ പറ്റിച്ചായിരുന്നെങ്കിൽ ഇയാൾ ഇത്ര നേരം ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷത്തിലല്ലേ നിന്നത്? സന്തോഷത്തില ആ സന്തോഷത്തിലല്ലേ മുഖം അങ്ങനെയാണ് സന്തോഷത്തില അവന്റെ ഉള്ളിലെ വിഷമായിരുന്നു. പിന്നെ ഉള്ളിൽ ഒരു കാര്യം ഞാൻ പറയാം അവനെ പറ്റിച്ചെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടില്ല കേട്ടോ കാര്യം അമ്മാവൻ അങ്ങനെ വിളിച്ചു ചോദിക്കണില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ ക്ലീറ്റോനെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. എന്തോ എന്താണ്ട് സാധനം ശരിയാക്കാൻ വേണ്ടി ക്ലീറ്റോനെ ഒന്ന് കാണാൻ വന്ന് അതും പറ്റിക്കലായി. ഇപ്പോഴും അവനെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ? കണ്ണും പൂട്ടിയല്ല ഞാൻ ആവശ്യത്തിന് ഒരു കാര്യം ഞാൻ പറയാം നാട്ടുകാരെയാണ് ഇത്ര കാലം പറ്റിച്ചിരുന്നത് ഇപ്പൊ വിദേശികളെ പറ്റിക്കാൻ തുടങ്ങി. പിന്നെ വിദേശികള് അമ്മാവൻ അറിയാത്ത കാര്യം ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. എന്തൊരു കഷ്ടം നോക്കി ഒരാള് വന്ന ഉടനെ അങ്ങ് തീരുമാനിക്കാണ് ക്ലീറ്റോ പറ്റിച്ചു. നീ ആദ്യം വിളിച്ചോക്കടി. ഞാൻ വിളിച്ചോക്കണില്ല. എനിക്ക് എന്റെ കെട്ടിയോനെ അറിയാം. പിന്നെ ബംഗാളികളെ പറ്റിക്കേണ്ട ഗതികേടൊന്നും ക്ലീറ്റോന് വന്നിട്ടില്ല. സത്യസന്ധൻ അത് കൊള്ളാലോ. അത് പാവം പിടിച്ച മനുഷ്യൻ എവിടെയെങ്കിലും മീറ്റിംഗിന് ഇരിക്കുന്നു എന്നിട്ട് ഒരാള് അന്വേഷിച്ചു വന്നെന്ന് പറഞ്ഞ ഉടനെ പറ്റിക്കലായി. ഉത്തരമുട്ടിയപ്പോ പോയതുണ്ടോ അമ്മാവൻ? വസന്തം എന്നാ വലിയ പാട്ടൊക്കെ പാട്ട് പാടി പാട്ട് നല്ലൊരു മനസ്സിൽ സന്തോഷം പാട്ട് ചുറ്റിയാണി കേട്ട് സുലിച്ചേച്ചിയുടെ കളയണം. സുലിച്ചേച്ചിയുടെ വീടിന്റെ ചായപ്പിന്റെ അവിടുത്തെ ആ ഫ്രെയിം വെച്ചേക്കുന്നത് ഇളകി അന്ന് അടിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അയ്യോ എന്തൊരു ഉത്സാഹം. കരക്കാരുടെ വീട്ടിലെ ചായപ്പിന്റെ പലക ഇളകിയതും കട്ടിലുറപ്പിക്കാനൊക്കെ നിനക്ക് നല്ല വശവാ.
ഈ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട്? കരക്കാറ വീടോ? ആ സുലിച്ചേച്ചി പോലെ കരയായത് അവിടുന്ന് കൂട്ടാനും കറിയൊക്കെ കൊണ്ട് മ്ലാച്ചം വിഴുങ്ങുന്നുണ്ടല്ലോ. ആ മ്ലാച്ചം വിഴുങ്ങണത് നീ. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും കൊടുക്കാറുണ്ട്. അപ്പൊ പിന്നെ അവര് അയലോക്കാരൊരു സഹായം പറയുമ്പോൾ ചെയ്തു കൊടുക്കുന്നത് ബൈബിളിലെ. സ്വന്തം വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യണേനോ? അതിന് നീ പൈസ മേടിക്കുമല്ലോ, ഇതിന് നീ പൈസ മേടിക്കോ? ഈ വീട്ടിൽ എന്ത് സഹായമാണ് ഞാൻ ഈ ചെയ്യാത്തത്? വീട്ടിൽ എന്തോരം പണികളുണ്ട് റൊണാൾഡെ തീരാൻ. ഞാൻ പറഞ്ഞ എന്ത് കാര്യമാണ് ഒന്നും വേണ്ട. നിന്റെ കട്ടില് കിടക്കണ ആ പലക ഇളകിയിട്ട് എത്ര നാളായി? പലക ഇളകിട്ടോ? ആ ഫ്രെയിം മാറാതെ പലക അടിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു മാറണം, ഫ്രെയിം മാറണം. ഞാൻ മാറണം. എന്തിയെ? ഞാൻ ഈ വീട്ടിലെ അതിഥിയാണ്. അതിഥിയുടെ സൗകര്യങ്ങൾ യഥാക്രമം ചെയ്തു കൊടുക്കേണ്ട വീട്ടുടമസ്ഥയുടെ ജോലിയല്ല, എന്റെ അല്ല. അതാലോചിക്ക്. അപ്പൊ അതിഥി ഒന്ന് നിലത്തോട്ട് താഴെ വീഴുമ്പോഴത്തേക്കും കുഴപ്പമുണ്ടാവും. ആ കുഴപ്പമില്ല, ഞാൻ നിലത്ത് കിടന്നോളാം. അയ്യോ, വേറൊരു കാര്യം ഉണ്ടായിടാ ഇന്നേ ഇവിടെ ഒരു ബംഗാളി വന്ന് ആക്രി ഓർക്കാൻ. ബംഗാളി നല്ല മിടുക്കൻ. ബംഗാളി വന്നിട്ട് ക്ലീറ്റോനെ അന്വേഷിച്ചിട്ട് ഇയാൾ എന്തോരം ചോദിച്ചിട്ട് എന്താ കാര്യമെന്ന് പറയണില്ല. ക്ലീറ്റോനോട് പറയാം ക്ലീറ്റോ സാറിനോട് പറയാന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അമ്മാവൻ എന്നിട്ട് അതിന്റെ ഇടയിൽ വേറൊരു കൂട്ടം. അമ്മാവൻ പറയാണ് ബംഗാളിനെ ക്ലീറ്റോ പറ്റിച്ചെന്ന്. പൈസക്ക് പറ്റിച്ചിട്ടുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തായാലും ചെയ്യത്തില്ല. അങ്ങനെ ആവശ്യം വരുമ്പോ നാട്ടുകാരുടെ എന്തായാലും പറ്റിക്കുകയാണെങ്കിൽ ബംഗാളിനൊക്കെ പറ്റിക്കേണ്ട അവസ്ഥ ക്ലീറ്റോനുണ്ടോ? എന്റെ പരിചയത്തിൽ ബംഗാളിക്ക് ജോലി മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ആ കോഴിക്കട അത് അങ്ങനെ എന്തെങ്കിലും ആവാനേ വഴിയുള്ളൂ. എന്തെങ്കിലും ശരിയാക്കാൻ വേണ്ടി വന്നതായിരിക്കും. അതിന് അമ്മാവൻ സ്വൈര്യം തന്നെ. നീ ഒന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. അത് ശരിയല്ല. ഇന്നെന്ത് പറ്റി അമ്മാവന് എതിര് വരെ? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മാവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആളായിട്ട്. അല്ല, അത് ക്ലീറ്റോ അങ്ങനെ ബംഗാളിനെയൊക്കെ പറ്റിക്കണ നിലവാരത്തിലോട്ട് ബംഗാളിയുടെ മുമ്പ് വെച്ചാണ് പറഞ്ഞത്. ബംഗാളി പോയായിരുന്നു. ഒരാളെ തിരക്കി വരും. അതാ ഈ പറഞ്ഞതില്ലേ, ഈ ഭ്രാന്ത് വന്നവരും കൊലപാതകയൊക്കെ ഒരേപോലെ വന്നവരുടെ കാര്യം അവർക്ക് ജീവിതാവസാനം വരെ എല്ലാവരും ഓരോ കണ്ണിലൂടെ കാണത്തുള്ളൂ. ഇങ്ങനെ നാളെ മുഖ്യമന്ത്രി, MLA, കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ചീരത്തോട്ടത്തിന് ഇച്ചിരി പൈസ അനുവദിച്ചാണ് ഇങ്ങനെ കയറി ഇറങ്ങാൻ കാണേണ്ടി വരും. അങ്ങനെ ചെയ്യട്ടെ. പണിയുണ്ട്, അവരോട് വെയിറ്റ് ചെയ്യും. ചായക്കടയിൽ പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റേ നായരുടെ കടയിൽ ഇരുന്നപ്പോഴോ പാർട്ടി ഓഫീസിന്റെ അവിടെയോ എവിടെയെങ്കിലും ഒരു ബംഗാളി വന്നതായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ബംഗാളിയെ മറ്റേ കുമാരേട്ടന്റെ കോഴിക്കടയിലേക്ക് മച്ചമ്മയുടെ കയറപ്പിലാണ് ഒരു ബംഗാളി കൊടുത്തത്. അയാൾ പണ്ട് അപ്പക്കുട്ട സാറിന്റെ വീട്ടിലാണ്. ബംഗാളിയും കൂടി നിന്ന് വർത്താനം പറഞ്ഞ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജാഥയ്ക്ക് കൊണ്ടുപോയി. അതൊക്കെ അൻസാറൊക്കെ ഏർപ്പാടാക്കി വന്ന് ജാഥക്കാർ വന്ന് അവർ കൃത്യമായിട്ട് പൈസ കൊടുത്തു. അല്ലാതെ വേറെ നിങ്ങൾക്കും ആ സംശയം ഉണ്ടല്ലേ? അത് ശരിയല്ല. എന്ത് പറ്റിക്കാന്? അല്ല തന്നെ ഒരു ബംഗാളി എന്തോരം പറ്റിക്കാനാണ്? ബംഗാളികളുടെ ഇഷ്ടം പോലെ പൈസയാ. ബംഗാളികൾ ആർക്കെങ്കിലും 10 പൈസ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർക്ക് വേണ്ടിയല്ല. അവർ മറ്റുള്ളവർ പൈസ ചിലവ് ഇങ്ങോട്ട് മേടിക്കും ജോലി ചെയ്ത്. അവർക്ക് വേണ്ടി ചില 5 പൈസ ബംഗാളികളെ പറ്റിക്കാൻ പറ്റത്തില്ല. അത് ഇതൊക്കെയാണ് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മൊത്തം ഈ സംശയത്തിന് ദൃഷ്ടി കിടപ്പുണ്ട്. ഇപ്പൊ അമ്മാവനെ പറഞ്ഞിട്ട് ഇപ്പൊ കറങ്ങി തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നില്ലേ? നിങ്ങളുടെ ഭർത്താവാണ്, അങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ. അത് ശരിയല്ല. അത് നാളെ ഇവിടെ ഒരു ചേച്ചി അല്ല വേറൊരാൾ ഇവിടെ തിരക്കി വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ സംശയിക്കാൻ പറ്റും. തങ്കത്തിനെ എന്തിനു തിരക്കി വന്നു, എന്താണ് അവർ തമ്മിൽ അങ്ങനെ ചിന്തിക്കുക? അങ്ങനെ ചിന്തിക്കത്തില്ല. ഞങ്ങൾ കുടങ്ങാൾക്കാരെ സത്യവും നേരും നെറിയുള്ളവരാണ്. എന്നത് ഇച്ചിരി ഉടായ്പ കളഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ആണിപ്പാത്രം അവിടെ കൊണ്ടുപോകണം. ആണി അടിക്കുക. ആണിപ്പാത്രം ആണി മാത്രം കൊണ്ടൊരു 2-3 ആണി. ഇതൊരു മനസ്സ് വേണുമ്പോൾ നിങ്ങൾ നോക്കി ഈ തുരുമ്പടിച്ച ആണിക്കകത്തുനിന്ന് നിങ്ങൾ എന്തോ ഇത് ഇവിടെ ഇരുന്നേച്ചത് കൊണ്ടല്ലേ ഇതിപ്പോ കൊണ്ടുപോകാൻ പറ്റിയത്? ഇത് ഇവിടെ ഇന്നതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇട്ടിട്ട് പോരും. വേണ്ട, ഞാൻ കടയിൽ അവരെ കൊണ്ട് ഞാൻ വിടും. ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ അവരറിഞ്ഞ തങ്കഞ്ചേട്ടത്തെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കടി ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരും. ഈ തുരുമ്പടിച്ച ആണി അവിടെ കൊണ്ടുപോയി ആണിയല്ലേ നീ അവിടെ കൊണ്ട് അടിക്കാൻ പോണത്? അത് ഇവിടെ ഇരുന്നേച്ചത് കൊണ്ടല്ലേ, ഞാൻ സൂക്ഷിച്ചു വെച്ചോണ്ടല്ലേ. സൂക്ഷിച്ചു വെച്ച നീ ഇവിടെ എന്റെ പഴയ പെട്ടി ഉണ്ടെന്ന് അതിനകത്തിരുന്ന സാധനം അതിനകത്ത് 1-2 ആണി ഉണ്ട്. ഞാൻ വേറെ ആണി മേടിച്ച് ഞാൻ അടിച്ചു കൊടുത്തോളാം. അത്രയും എന്തിനാടാ? ഒരു 2 ആണി ഇത് മതി. ഓ അത്രയല്ലേ ഒരു ഇതിന്റെ ഇതല്ലേ അടിക്കാനുള്ളൂ. അയ്യോടാ. ചേട്ടാ നീ വന്നാ? രാവിലെ വന്നില്ലേ? ക്ലീറ്റോ ചേട്ടൻ വന്നിട്ടുണ്ടോ? അവള് പറഞ്ഞ പോലെ ഇന്ന് ഉച്ചക്ക് നഹി. അത്യാവശ്യം ഉണ്ട്, കാണാനോ അത്യാവശ്യം. ബിസി വന്നിട്ടില്ല. എങ്ങനെ ചെയ്യും? വിളിച്ചാൽ എടുക്കില്ല ചേട്ടാ. വിളിച്ചു നോക്കിയോ? ഞാൻ വിളിച്ചാൽ എടുത്തില്ല. ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു, എടുത്തില്ല. ചേച്ചി ഒന്ന് വിളിച്ച് നോക്കാം. ആള് വന്നിട്ടില്ല.
എനിക്ക് അത്യാവശ്യ എന്താ കാര്യം? അയ്യോ അത് രഹസ്യമായ കാര്യം ചേട്ടാ, അത് പരസ്യമാക്കി പറയാൻ പറ്റില്ല. കാര്യം നടക്കണ്ടേ? നടക്കണം ആണ്, എന്നാലും സീറ്റ് ലോസ് പറഞ്ഞിട്ട് നടത്തിയാൽ മതി. ക്ലീറ്റൻ അന്വേഷിച്ചിട്ട് ഇപ്പൊ 2-3 പ്രാവശ്യമായി വരും. രാവിലെ വന്നു, ഇപ്പൊ ചോറ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അവൻ വന്നിട്ടില്ല. എന്താ കാര്യം ഇയാൾ പറയണില്ല? എന്താ കാര്യം? അത് ക്ലീറ്റോസ് ചേട്ടനടുത്ത് പറയാനുള്ള കാര്യം ചേച്ചി, അത് ഞാൻ ക്ലീറ്റോസ് ചേട്ടനടുത്ത് പറയാനുള്ളൂ. എന്നോട് പറഞ്ഞാൽ ഞാൻ ക്ലീറ്റോനോട് പറഞ്ഞ് ശരിയാക്കാം. അത് പറഞ്ഞാൽ ശരിയാവൂല ചേട്ടാ. ക്ലീറ്റോ ചേട്ടനെ കണ്ട അവിടെ എങ്ങാനും? ഇല്ല, വിളിച്ചിട്ട് എടുക്കണില്ല. രാവിലെ ക്ലീറ്റോനെ അന്വേഷിച്ചു വന്നാ, ഇപ്പോൾ അന്വേഷിച്ചു വന്നു. ഹിന്ദിയാണ്, എവിടെ പണിയുടെ ആളാ. എന്താ കാര്യം എന്ന് പറയണില്ല. ക്ലീറ്റോ ചേട്ടനോടെ പറയുള്ളൂ. മലയാളം ബഹുത്തുമാലോ ക്ലീറ്റോ ചേട്ടനെ കാണണം, ഒരു അത്യാവശ്യ എടുക്കുന്നില്ല. അത് ക്ലീറ്റോ ചേട്ടനടുത്ത് പറഞ്ഞാൽ നല്ല ശരിയാവുള്ളൂ. അതെ, കാര്യം അവിടെ പറഞ്ഞോ? പോലീസ് കാര്യം പറഞ്ഞാൽ ശരിയായി കിട്ടുമോ? പറഞ്ഞാ കിട്ടും, പറഞ്ഞില്ലെങ്കിലും കിട്ടും. അത് വേണ്ട, അത് വേണ്ട. രാവിലെ ഇവിടെ വന്നായിരുന്നു സാർ. അപ്പൊ ഇവര് ചോദിച്ചോ? പറഞ്ഞില്ല, രഹസ്യമാണ്. ഇപ്പോഴും വന്നു. ഇപ്പോഴും ആളെ കാണാൻ പറ്റിയോ? ഇല്ല. ഈ ക്ലീറ്റസ് ഈ കുടുംബത്തിൽ ഒരാളാണ്. അതെ, ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ പറയുന്ന ക്ലീറ്റസ്. അപ്പൊ കുടുംബത്തിലെ ആൾക്കാർ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും, ശരിയാക്കി തരും. കാര്യം നടക്കും. കാര്യം പറയണോ അല്ലേ? കാര്യം പറയണം സാർ. ഞാൻ ഒരു ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്ന തൊഴിലാളി. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ അവിടെ വന്നു, ഞങ്ങൾ തമ്മിൽ പരിചയമായപ്പോ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞു, നിനക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള വേറെ ഹോട്ടലിൽ ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു. നേതാവാണ് പറഞ്ഞത് മാത്രമല്ല സാർ, ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു. 5000 രൂപയും വാങ്ങി. ഇപ്പൊ ജോലിയുമില്ല, 5000 രൂപയുമില്ല, എനിക്ക് കൂലിയുമില്ല സാർ. നീ എന്താ പറഞ്ഞ്? അന്റെ കെട്ടിയാൽ ആരെയും ചതിക്കില്ല എന്നാ? ചിരഞ്ജീവി ഇങ്ങട് വാ. എന്താ വിളിച്ചിട്ട് വരാത്തെ? എന്റെ പേര് ചിരഞ്ജീവി അല്ല, ചിരഞ്ജിത്ത്. ചിരഞ്ജിത്ത് ആരറിയോ? പൊറാട്ട മാഷ്. രാവിലെ വന്നത് പൊറാട്ട മാഷാണ്, നന്നായിട്ട് പൊറാട്ട അടിക്കും. ഒരു ഹോട്ടലിൽ പൊറോട്ട അടിച്ചോണ്ടിരുന്നപ്പോ നിന്റെ നേതാവ് വന്നിട്ട് വേറെ ജോലി മേടിച്ചു തരാന്നും പറഞ്ഞ് എത്ര റുപ്യ മേടിച്ചു? 5000 റുപ്യ മേടിച്ചു. ജോലിയും പോയി, കൂലിയും പോയി, 5000 പോയി. ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. എത്ര രാവിലെ മുതൽ വിളിച്ച് തുടങ്ങി. ഇതിനെ പറ്റിക്കാന്നല്ലേ പറയാ? ഞാൻ അവളോട് പറഞ്ഞേ, അവൾ അവനെ ന്യായീകരിച്ചു. പറ്റിച്ചെന്ന് എങ്ങനെ പറയാൻ പറ്റും? ജോലി വാങ്ങിച്ചു കൊടുത്താലോ? ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇല്ല, ഞാൻ രാത്രി വരാം. രാത്രി ഇവിടെ മനുഷ്യർ കിടന്നുറങ്ങണ്ടേ? രാത്രി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ചിരഞ്ജിത്ത് നാളെ രാവിലെ വന്നാൽ മതി. രാവിലെ 6 മണിക്ക് വരാം. 6 മണിക്കൊന്നും വേണ്ട, ഞാൻ ഉറങ്ങണ്ടേ? ഞങ്ങൾക്ക് ഉറക്കമില്ലല്ലോ. അതല്ല, ഒരു 9 മണിയൊക്കെ ആവും പുള്ളി പുറത്തേക്ക് പോകാനായിട്ട്. രാവിലെ 9 മണി. അപ്പൊ അതിന് മുമ്പായിട്ട് എത്തിയാൽ മതി. ശരി. 8:30 9ന്റെ ഉള്ളില് വരാം. പറ്റിക്കത്തൊന്നും ഇല്ല കേട്ടാ ക്ലീറ്റോ ചേട്ടൻ. ജോലി എന്തായാലും വാങ്ങിച്ചു. അത് തന്നെ അതെന്തായിരിക്കുന്നറിയോ? അല്ല, ഞാൻ ഈ വേക്കൻസി ഒന്നും കിട്ടിയിട്ടുണ്ടാവൂല ഏതെങ്കിലും ഹോട്ടലിലെ, അത് അന്വേഷിച്ചോണ്ട് നടക്കണതായിരിക്കുള്ളൂ. വേക്കൻസി കിട്ടിയില്ലെങ്കിൽ മേടിച്ച കാശാണ്ട് കൊടുക്കണം. ഫോൺ എടുത്ത് കാര്യം പറയണം. തിരക്കായതുകൊണ്ട് രാവിലെ 8:30 വാ. ചേച്ചി, ഞാൻ പോയിട്ട് നാളെ രാവിലെ 8:30 മണിക്ക് വരാം. അപ്പൊ നിങ്ങൾ ഇതിലെല്ലാം ഒരു നടപടി ആക്കി തരണം. ഒന്നുകിൽ ഒരു ജോലി, അല്ലെങ്കിൽ എനിക്ക് പൈസ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്ലീറ്റോ സാർ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി വാങ്ങി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് ശരിയാക്കി തരാം. ശരി സാർ, ഉടനെ പോയിട്ട് രാവിലെ വരാം. ശരി. ഭക്ഷണം വല്ലതും കഴിക്കണോ? ഭക്ഷണം വേണ്ട, പൈസ വാങ്ങി തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ജോലി. ശരി. പാവം, കഷ്ടണ്ടടി. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുന്നത്. അവരെയും പറ്റിച്ചിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ അതിൽ നല്ലത് തൂങ്ങിച്ചാവുക. ശ്രീകാന്ത് ഞാൻ ഇന്ന് വലിയൊരു തിരക്കിട്ടൊരു മീറ്റിങ്ങിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് എടുക്കാത്തത്. വേറൊന്നും കൊണ്ടല്ല. നമുക്ക് ഒരു 2 ദിവസത്തിനകത്ത് ശരിയാക്കാം. 2-3 ദിവസത്തിനകത്ത് ശരിയാക്കാം.
വേറൊന്നും വിചാരിക്കല്ലേ, ഞാൻ തിരക്കായോണ്ടാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. തങ്ക തുറന്നേ. തുറന്നോ? പൂട്ടിയിട്ടില്ല. കുറ്റിയിട്ടിട്ടിരുന്നു ഇവിടെ. കുറ്റിയിടും ഞാനൊരു ദിവസം. ഏ നിങ്ങൾ ഈ പോക്കറ്റിൽ വെച്ചാണ് സാധനം എന്തിനുകൊണ്ട് നടക്കണതാ? പോക്കറ്റോ? പോക്കറ്റിൽ അതിനകത്ത് ഇരിക്കുന്ന സാധനം ഇതാ എന്തിനാണ് ഉപയോഗിക്കണം? എന്തിനാ? നിനക്കുണ്ടല്ലോ. എനിക്ക് ആരെങ്കിലും കോള് വന്നാൽ ഞാൻ എടുക്കും. ആ പക്ഷെ ഞാൻ അതിന്റെ കാര്യം രാവിലെ നിന്നോട് പറഞ്ഞിട്ടാണോ പോയത്? ഇന്ന് അടിയന്തരമായ മീറ്റിംഗ് കാര്യങ്ങളാണ്, എന്നെ വിളിച്ചാൽ എടുക്കാൻ പറ്റൂല, ഞാൻ തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. നീ മാത്രം 1000 പേര് ഇതിൽ വിളിച്ച് ആരെയും ഞാൻ ഫോൺ എടുത്തിട്ടുമില്ല. എടുക്കാൻ പറ്റൂല, അങ്ങനത്തെ സാഹചര്യമാണ് ഇന്നത്തെ. നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം എവിടെ നിന്നൊക്കെയാ പ്രശ്നങ്ങൾ വരാൻ പോണേന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഓ ആ അപ്പൊ എന്താണ് അത്ര അന്താരാഷ്ട്ര പ്രശ്നം? പ്രശ്നമുണ്ട്. എന്ത്? എന്താണ് നിനക്ക് ഇവിടുത്തെ നിന്റെ ക്ലീറ്റോ, പ്രശ്നം? സത്യം പറ. ബംഗാളികളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ക്ലീറ്റോ പൈസ മേടിച്ചിട്ടുണ്ടോ? ബംഗാളിയുടേത് മാത്രമല്ല, ഒരു തമിഴിൻ്റെന്ന് വാങ്ങിച്ചു, ഒരു തെലുങ്കൻ്റെന്ന് വാങ്ങിച്ചു, പിന്നെ ഒരു ഗുജറാത്തി, ഒരു മറാത്തി, പിന്നെ സായിപ്പ്, അറബി എല്ലാവരും നീ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത്? ഒന്നുമില്ല അവർക്ക് പറയാം. നിനക്ക് ഇതാണ് മനുഷ്യ വീട്ടിൽ കയറി വന്നാൽ കുടിക്കാനുള്ള വെള്ളം എന്തെങ്കിലും? നിങ്ങൾക്കൊരു ചിരഞ്ജിത്തിനെ അറിയാവോ? എന്റെ തങ്ക, എനിക്ക് ഒരു നീ വല്ല പറയാ. നിങ്ങൾക്ക് അറിയാം. അവൻ ആ ചിരഞ്ജിത്തിനെ നിങ്ങൾ അറിയാലോ നല്ലോണം. എന്നെ ഒരുപാട് പേർക്ക് അറിയാം. അവന് ഒരുപാട് പേർക്ക് മാത്രമല്ല, അറിയാവുന്നതല്ല. ഞാനൊരു പ്രമുഖനാണ്, എന്നെ പലർക്കും അറിയായിരിക്കും. പ്രമുഖൻ എന്തിനാ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണേ? ആരേന്ന് പൈസ മേടിച്ചെന്ന്? ആ ചിരഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് 5000 രൂപ. ഞാനാ? ആ പണി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ മര്യാദക്ക് ഏതോ കടയിൽ പൊറോട്ട അടിച്ചോണ്ടിരുന്നത് അവൻ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നീ അത് പറ. ഇത് നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? ഇത് ക്ലീറ്റോ മത്തായിയുടെ വീടാണോ? ആണോ? ആണോന്ന് നിനക്കറിയാമോ? ആ എനിക്കറിയാം. ഇത് ക്ലീറ്റസ് മത്തായിയുടെ വീടാണ്. ആണ്. ആണല്ലോ. അവിടെ നിന്ന് ഒരാള് ക്ലീറ്റസ് മത്തായി എവിടെയെന്ന് ചോദിച്ചു വന്നാൽ അത് നിങ്ങളെയാണോ അന്വേഷിക്കുന്നത്? ഇവിടെ വന്നോ? ആ അത് ഒരു ഹിന്ദിക്കാരൻ നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ്. എന്റെ കർത്താവേ, ഇത് ഏതൊക്കെ സൈഡ് ഇവിടെ പറഞ്ഞു ഏതൊക്കെ സൈഡിൽ എന്തൊക്കെയോ ഒപ്പിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ആരെയൊന്നും പൈസ, ഒരു ബംഗാളിയിലേന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടുമില്ല, പൈസ ഞാൻ ആർക്കും കൊടുക്കാനും ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമില്ല. ഇല്ലെങ്കിൽ നീ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഇവിടെ വന്നിട്ട് ക്ലീറ്റോ ആദ്യം അയാൾ ഒരു പ്രാവശ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ എന്തോ കാര്യം സാധിക്കാനാന്ന് പറഞ്ഞ അതിനെ പറഞ്ഞു വിട്ടു. രണ്ടാമതും വന്ന അയാള് അപ്പോഴാണ് പറഞ്ഞത് ഇതേപോലെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. അത് വല്ല ഉടായിപ്പായിരിക്കും. ഒരു ഉടായിപ്പോലെ. അങ്ങനെ നീ വീട് നോക്കി വരുമോ? ഇപ്പൊ എനിക്കറിയാമോ, ഞാൻ കൊടുത്തു, ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ നിനക്ക് വിശ്വാസം മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. നാളെ രാവിലെ 8:30 വരും. വരട്ടെ 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 വരുമ്പോ നമുക്ക് സംസാരിക്കാം. നേരെ എങ്ങാനും ക്ലീറ്റ ഇവിടുന്ന് മുങ്ങാനാണ് പ്ലാനെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾ രാത്രി കട്ടിലിൽ കെട്ടിയിട്ടേ ഓർക്കുള്ളൂ. ആയിക്കോട്ടെ. ഞാൻ അറബി കടലിൽ പോയി മുങ്ങാൻ പോകണം. ഓ എനിക്ക് ബോധമുണ്ട് ഞാൻ ആരെയും പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ സമ്മതിക്കൂലല്ലോ. തോൽവിയുടെ അറ്റം വരെ നിങ്ങൾ പിടിക്കപ്പെടുന്നതിന്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യൻ ഓരോ വഴിക്ക് പോയി പ്രാന്തെടുത്ത് വരുമ്പോ ഭാഗ്യത്തിന് എന്തായാലും 5000 അല്ലേ മേടിച്ചു എന്ന് പറഞ്ഞോളൂ. 50000 ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ. അതാ നോണ പറഞ്ഞാണെങ്കിൽ അവൻ 50000 എന്ന് പറയാറുണ്ടല്ലോ. സത്യമായിട്ട് 5000 രൂപ ഞാൻ കൊടുക്കൂല. അമ്മാവാ, ഇതൊന്ന് നടന്നോണ്ട് പത്രം വായിക്കുന്ന ഇവിടെ ഇരുന്നൂടെ? ഞാനേ ക്ലീറ്റോ എങ്ങടേലും മുങ്ങുണ്ടോ നോക്കിക്കാണ്. എന്താ കാര്യം? നേരെ 8:30 ഇപ്പൊ വരുമല്ലോ ബംഗാളി. എന്റെ അമ്മാവാ, ഇപ്പൊ എന്തിനാ ബംഗാളി വന്നിട്ട് എന്താ? അല്ല നിന്റെ ആങ്ങളെ വലിയ നേതാവാണല്ലോ. ആ ബംഗാളി 5000 ഉറുപ്പിക്ക് വരുമ്പോ എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് എന്റെ നേതാവ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ നിൽക്കണേ. അമ്മാവൻ ബംഗാളിയുടെ ആളാണോ ക്ലീറ്റോ ചേട്ടന്റെ ആളാണോ? ഞാൻ ന്യായത്തിന്റെ ഭാഗത്താ. അവര് തമ്മിൽ വഴക്കിടുന്നത് കാണണം അമ്മാവന്. അത് കേട്ട് ഏട്ടൻ കിടന്ന് ചാടും. ഇവിടെ ഭയങ്കര ബഹളാവും. അത് കണ്ട് അമ്മാവന് രസിക്കണം. എത്രയല്ലേ ഉള്ളു? കണ്ടോടാ ഇവള് പറയണ കേട്ടാ. ഞാൻ പറഞ്ഞ എന്താ, ആ ബംഗാളി വരുമ്പോ ഇവൻ എങ്ങനെയാണ് അത് പരിഹരിക്കാന്ന് അറിയണം. വേണ്ടേ? ഒരു പരിഹാരം പരിഹാരം കാണുന്നത് കാണാനൊന്നുമില്ല. ഇതിപ്പോ അവൻ വരും, കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞാല് ഒന്നിയിൽ അവനെ കണ്ടനെ എടുത്തേക്ക് ഓടിക്കളയും. ബംഗാളിയെ കണ്ടനെ ക്ലീറ്റ് 4 വഴിക്ക് എടുത്തേക്ക് ഓടും.
അപ്പൊ അവൻ നിന്ന് കരയും, ജീവിക്കാൻ വരെ മാർഗ്ഗമില്ല, ഞാൻ ആത്മഹത്യ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും പൈസ കൊടുക്കണമെന്ന് പറയും. അപ്പൊ ആര് കൊടുക്കും? സാധാരണ ആരാ കൊടുക്കാറുള്ളത്? ഞാൻ. ഈ പ്രാവശ്യം നീ കൊടുക്കരുത്. എന്നാ പിന്നെ ക്ലീറ്റോ ചേട്ടൻ ഓടാതിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ കയ്യിൽ ഇങ്ങനെ ഇടിക്കും. രണ്ട് എന്താ കയ്യിൽ ഈ കുട്ടി അല്ല, അതിന് തന്നെയാണ് അമ്മ അവിടെ നിൽക്കുന്നത്. അത് തന്നെയാണ് നല്ലത്. അതെ, ഈ പ്രാവശ്യം 10 പൈസ കൊടുക്കരുത്. അവൻ എന്താ ചെയ്യണെന്ന് നോക്കണം. അവൻ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അതെ അതെ വരുന്നുണ്ട്. കണ്ടാ? അമ്മാവന്റെ ആള് വന്ന്. കറക്റ്റ് 8:30 മണി കണ്ട. ക്ലീറ്റോ ചേട്ടൻ വന്നോ? ഇവിടെ ഉണ്ട്. വന്ന് അങ്ങോട്ട് പോണോ അതോ വേണ്ട, വിളിക്കാം. ഞാൻ വിളിക്കണോ അമ്മ വിളിക്കോ? ക്ലീറ്റോ ചേട്ടാ, ദാ ഗ്ലീറ്റാ. ചേട്ടാ ക്ലീറ്റോ ചേട്ടാ. എവിടെ ഗ്ലീറ്റ്? എവിടെ? ക്ലീറ്റോന് അബദ്ധം പറ്റിയതായിരിക്കും. അത് നമുക്കറിയാം. വിളിക്കാവനെ. വിളിക്കേ. പൈസ കൊടുക്കാം. എന്തേ? ക്ലീറ്റോ പൈസ കൊടുക്കാൻ അവള് അടുക്കി വെച്ചിരിക്കുകയല്ലേ. ഇവളൊരു ഒറ്റൊരുത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവ ഇങ്ങനെ ഓരോ കുരുത്തക്കേട് കാണിക്കുന്ന ഇവള് കാരണം. ഒന്ന് നിക്ക്. ഒന്നും ഇങ്ങോട്ട് വാടാ. ഇവിടാണ് ആള്. ഏയ്, ഓ നിന്റെ ഞാൻ എപ്പോഴാ പൈസ മേടിച്ചത്? നിന്റെ അടവ് അഭ്യാസം ഒന്നും വേണ്ട, വേണ്ട. അവൻ ആദ്യം പറയും. അതെ, എനിക്കറിയാലോ, ഞാൻ അവൻ്റെ പൈസ മേടിച്ചിട്ടില്ല. എനിക്കറിയാലോ, നിനക്കറിയില്ലല്ലോ. നീ മിണ്ടാതി. സംസാരിക്കരുത്. നീ കണ്ണുരുട്ടി കാണിച്ചാൽ അവൻ പേടിക്കും. അടിച്ചതിന്റെ കറകുരിയാൻ പൊളിക്കും. പിന്നെ പൈസ മേടിച്ച പൈസ മേടിച്ച പറയാ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ഇവിടെ മാന്യമായിട്ട് ജീവിക്കണോ? നീ മിണ്ടാതിരിക്ക്. ചേട്ടാ, ഈ ക്ലീറ്റോ ചേട്ടൻ എന്റെ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല. എന്റെ വേറൊരു ക്ലീറ്റോ ചേട്ടൻ കാശ് വാങ്ങി. ഞാൻ കാശ് കൊടുത്തത് ഗേറ്റിന്റെ മുന്നിൽ വെച്ച് കാശ് കൊടുത്തിട്ട് പറഞ്ഞ് താഴെയുള്ള ഇതാണ് വീട് എന്ന് പറഞ്ഞായിരുന്നു. ക്ലീറ്റോ എന്ന് പേര് പറഞ്ഞു. ഞാനല്ലല്ലോ, ഈ ചേട്ടനല്ല, ഈ ക്ലീറ്റോ ചേട്ടൻ. ഞാൻ ആവരുത്. അല്ല, നിന്റെ കയ്യിൽ നിന്ന് പൈസ നിനക്ക് നീ പൈസ കൊടുത്ത ആർക്കാ? ഞാൻ പൈസ കൊടുത്തത് ക്ലീറ്റോ ചേട്ടന്. ക്ലീറ്റസ് ആണ് നിൽക്കുന്നത്. ഈ ക്ലീറ്റോ ചേട്ടനല്ല, വേറെ ക്ലീറ്റോ ചേട്ടൻ. എടാ, നീ ഈ വീട്ടിലേക്കല്ലേ വന്നത്? ഈ വീട്ടിൽ ഒരു ക്ലീറ്റോയുള്ള ആ ക്ലീറ്റോ നീ നിൽക്കുന്നത്. ആ ക്ലീറ്റോ അല്ല, ഈ ക്ലീറ്റോ. ഞാൻ കൊടുത്ത ക്ലീറ്റോ വേറെ ക്ലീറ്റോ. ഈ ഗേറ്റിന്റെ അവിടെ വെച്ചാണോ നീ കാശ് കൊടുത്തത്? ഈ ഗേറ്റിന്റെ മുന്നിൽ വെച്ച് കാശ് കൊടുത്തു. ഈ വാങ്ങിയ ആള് ക്ലീറ്റോ ആണെന്ന് പറഞ്ഞു. ഇങ്ങോട്ടാണോ വന്നത്? ഇതാണ് വീട് എന്ന് പറഞ്ഞു. ആ ക്ലീറ്റോ ആണ് ഈ ക്ലീറ്റോ. ആ ക്ലീറ്റോ അല്ല, ഈ ക്ലീറ്റോ. അല്ല, ആ ക്ലീറ്റോ ഈ ക്ലീറ്റോ അല്ല. അല്ല, മനസ്സിലായി. ഈ ക്ലീറ്റോ അല്ല. ഇവിടെ 2ാം നമ്പർ ക്ലീറ്റോ ഉണ്ട് വേറെ. ഇവന്റെ അപരൻ. അവനെ വിളിച്ചാണ് റൊണാൾഡിനെ വിളിച്ചിറക്കിയ. എടാ, ഇത് അവന്റെ പരിപാടിയാണ്. വിളിച്ചിറക്കവനെ. എന്തോന്നടി നിന്റെ തുടങ്ങാവളെ. എന്താടി ഇത്? ഇങ്ങനെ എന്തായാലും ചെയ്തപ്പോ പെടുന്നത് അവനറിയില്ലേ? എന്റെ പേരെ പറഞ്ഞ് തെണ്ടിത്തരം കാണിച്ചു ചേച്ചി എന്നെ ഇങ്ങനെ നാണം കെടുത്തണത്. പണിയെടുത്ത് ജീവിക്കണമാരാണ് അവനൊക്കെ. അവന് പൈസ മേടിച്ചത് തെണ്ടി. ഞാൻ എപ്പോഴാ പാനിപ്പൂരി ഇതിന്റെ പൈസ മേടിച്ചത്? ചേട്ടാ, നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ ആ പാവത്തിനെ തള്ളിക്കൊള്ളുന്നത്? നിങ്ങൾ ക്ലീറ്റോയെ വിളിച്ച് തല്ലി ചോദിക്കും ചേട്ടാ. ക്ലീറ്റോയെ വിളിക്ക്. നിങ്ങൾ പറഞ്ഞു ഈ വീട്ടിൽ താമസിക്കുന്ന ക്ലീറ്റോക്ക് നിങ്ങൾ 5000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അതാണ് ഈ വീട്ടിലെ ക്ലീറ്റോ. ക്ലീറ്റോ അല്ല. അതുകൊണ്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്ന മറ്റൊരാളെ ഞങ്ങൾ വിളിച്ചിറക്കിയത്. അയാളും അല്ല. അതുമല്ല. ഇവനും അവനും അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ആർക്കാണ് പൈസ കൊടുത്തത്? വേറൊരു ക്ലീറ്റോ.